ഹായ് ഓൾ ഫെല്ലിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്കാനിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഹാക്ക് ചെയ്ത് പഠിക്കാൻ പോകുന്നത് ഒരു വൾണറബിൾ ആയ വിർച്വൽ മെഷീനിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ആ മെഷീൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ വിർച്വൽ ബോക്സിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്യേണ്ടത് ടോപ്പ് 10 വൾണറബിൾ വിർച്വൽ മെഷീൻസ് ഇങ്ങനെ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. റാപ്പിഡ് 7ൻ്റെ ലിങ്ക് കാണാം. 10 പ്ലേസസ് ടു ഫൈൻഡ് വൾണറബിൾ വിർച്വൽ മെഷീൻ ഫോർ യുവർ പെൻ ടെസ്റ്റിംഗ്. ആ ലിങ്കിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഹാക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് 10 വൾണറബിൾ ആയ വിർച്വൽ മെഷീനാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. നിറയെ കാണാം. മെറ്റാസ്പ്ലോയിറ്റബിൾ, അൾട്ടിമേറ്റ് ലാമ്പ്, വെബ് സെക്യൂരിറ്റി ഡോജോ, ഒവാസ്ക്, ഹാക്ക് മിക്സ്, DVWA, മുഡിൽ ഡേ, അങ്ങനെ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കോഴ്സിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വിർച്വൽ മെഷീൻ എന്ന് പറയുന്നത് മെറ്റസ്പ്ലോയിറ്റബിൾ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും മെറ്റാസ്പ്ലോയിറ്റബിൾ. അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു വെബ് പേജ് വരുന്ന കാണാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം വായിച്ച് നോക്കാം. നമ്മുടെ വിർച്വൽ മെഷീന്, ഈ ഒരു വിർച്വൽ മെഷീൻ എന്താണെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾസോ നമുക്ക് കാണാൻ സാധിക്കും ദി മെറ്റാസ്പ്ലോയിറ്റബിൾ ലോഗിൻ ഈസ് MSF അഡ്മിൻ, പാസ്വേഡ് ഈസ് ഓൾസോ MSF അഡ്മിൻ. അപ്പോൾ നമ്മൾ കാൾ ലിനക്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലോഗിൻ പേജുകൾ വന്നിരുന്നു. അതേപോലെ ഒരു ലോഗിൻ പേജ് ഇതിലും കാണും. അപ്പോൾ അത് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡ് ഇവർ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിനെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഡൗൺലോഡ് നൗ, ഫിൽ ഔട്ട് ദ ഫോം ടു ഡൗൺലോഡ് മെറ്റാസ്പ്ലോയിറ്റബിൾ. അതായത് ഈ ഒരു ഫോം ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം ഈ ഡീറ്റെയിൽസ് കൊടുക്കുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതാ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു സിപ്പ് ഫയൽ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്, മെറ്റാസ്പ്ലോയിറ്റബിൾ സിപ്പ് ഫയൽ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്കൊരു ഫോൾഡർ കാണാൻ സാധിക്കും, മെറ്റാസ്പ്ലോയിറ്റബിൾ ടു ലിനക്സ്. നമുക്ക് അതിനകത്തൊരു VMDK ഫയലും കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ VDI എന്നത് VMwareലും നമുക്ക് VMDK നമുക്ക് വിർച്വൽ മെഷീനിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വിർച്വൽ മെഷീൻ സഹായിക്കുന്ന VMDK ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, എക്സ്ട്രാക്ട് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫയൽ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും മെറ്റാസ്പ്ലോയിറ്റബിൾ ടു ലിനക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വിർച്വൽ മെഷീനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ഓറക്കിൾ VM വിർച്വൽ ബോക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് പുതിയതായിട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെല്ലാം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ന്യൂ എന്ന് എടുക്കുക, നെയിം എന്നെടുത്ത് കൊടുക്കുക മെറ്റാസ്പ്ലോയിറ്റബിൾ. ഞാനിവിടെ 2 എന്നാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഞാനിവിടെ ഓൾറെഡി അതേ പേരിൽ എനിക്കൊരു മെഷീൻ ഉണ്ട്. ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫോൾഡർ നമുക്ക് ലൊക്കേഷൻ സെറ്റ് ചെയ്യാം, എവിടേക്കാണ് ഇൻസ്റ്റാൾ ആവേണ്ടത്. ISO ഇമേജ് ഇല്ല നമ്മുടെ കയ്യിൽ. ഓക്കെ, ടൈപ്പ് നമ്മൾക്ക് ലിനക്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. വേർഷൻ വന്നിട്ട് ഇതാണ് ചെയ്യേണ്ടത്. അതർ ലിനക്സ് 64 ബിറ്റാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് ബേസ് മെമ്മറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇതൊരു വൾണറബിൾ വിർച്വൽ മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇതിനധികം സ്പേസോ റാമോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ഏറ്റവും കുറവ് തന്നെ കൊടുത്താൽ മതി. ഡീഫോൾട്ടായിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്നത് 512 MB ആണ്. നമുക്ക് അത് തന്നെ വെച്ച് മുന്നോട്ട് നീങ്ങാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. നമുക്കൊരു ഹാർഡ് ഡിസ്ക് ഫയൽ ചൂസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് യൂസ് ആൻ എക്സിസ്റ്റിംഗ് ഹാർഡ് ഡിസ്ക് ഫയൽ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ VMDK ഫയൽ ചൂസ് ചെയ്യണം. അതെവിടെയാണോ നമ്മുടെ ലൊക്കേഷൻ അതിന് ചൂസ് ചെയ്യുക. എൻ്റെ കിടക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ VMDK ഫയൽ. അത് ചൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചൂസ് ചെയ്ത് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഫിനിഷ് കൊടുക്കുക. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഓക്കെ, നമ്മുടെ വിർച്വൽ മെഷീൻ ആഡ് ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം ഇത്. ഓക്കെ, ബൂട്ടപ്പ് ആയി വരുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ലോഗിൻ പേജ് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു. ദാ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ലോഗിൻ വിത്ത് MSF അഡ്മിൻ /MSF അഡ്മിൻ. യൂസർ നെയിം MSF അഡ്മിൻ ആണ്. പാസ്വേഡും അതേപോലെ തന്നെ MSF അഡ്മിൻ ആണ്. അത് കൊടുത്താൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൊടുത്ത് നോക്കാം. ഓക്കെ, പാസ്വേഡ് ഓൾസോ MSF അഡ്മിൻ. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഓക്കെ, നമുക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ഫസ്റ്റ് കൊടുത്തപ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തോ സംഭവിച്ചതാണ്. ഓക്കെ, സെക്കൻഡ് ടൈം കൊടുത്തപ്പോൾ നമുക്ക് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെറ്റസ്പ്ലോയിറ്റ് എല്ലാം കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മെഷീൻ്റെ IP അഡ്രസ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം ലിനക്സിൽ IP അഡ്രസ്സ് കണ്ടുപിടിക്കുന്ന കമാൻഡ് ifconfig ആണ്. ഇതൊരു ലിനക്സ് മെഷീനാണ്. അതുകൊണ്ട് ആ സെയിം കമാൻഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ifconfig കൊടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും ETH0 സ്ട്രൈറ്റ് ആയിട്ട് ഐനെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് 10.0.2.5. ഇതാണ് നമ്മുടെ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്കാനിങ്ങിന് സഹായിക്കുന്ന വൾണറബിളായ വിർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഈ വിർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുക. കാരണം ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്കാനുകളും പരിപാടികളും എല്ലാം ഈ ഒരു മെഷീനിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്നിട്ടായിരിക്കും നമ്മൾ എങ്ങനെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തടസ്സമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ വന്ന് പറയുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.